ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വളർന്നു വരാനായിട്ട് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാലാകാലങ്ങളിലും ഓരോ സാഹചര്യത്തിനനുസരിച്ചും അതിന് മാറ്റം വരുന്നുണ്ട്. ഓരോ വ്യക്തിയിലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഊർജ്ജ ലെവൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഊർജ്ജ ലെവലാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തിയും ആരോഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കി തരുന്നത്. നമുക്ക് ഒരാളോട് തോന്നുന്ന ആകർഷണത്തിൻ്റെ പിന്നിൽ, ഇഷ്ടത്തിൻ്റെ പിന്നിൽ കുറേ ബ്രെയിൻ വർക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പങ്കാളിയിൽ നിന്ന് സംതൃപ്തി കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന ചില രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇതിന് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടും സാഹചര്യവുമായിട്ടും ഒക്കെ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഏതൊരു വ്യക്തിക്കാണെങ്കിലും ജീവിതം സന്തോഷകരമായിരിക്കണം എന്നാണല്ലോ ആഗ്രഹം. അതിനുവേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആരോഗ്യം, ശരീരപ്രകൃതം, സാഹചര്യം, ചിന്തകൾ, അതുപോലെ തന്നെ ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ തന്നെ ഏത് തരത്തിലുള്ള ലൈംഗികത വേണം എന്ന് തീരുമാനിക്കുന്ന പ്രധാന ഘടകമാണ്. ചില സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ശരിയായ രീതിയിലുള്ളൊരു വികാരം അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആസ്വദിക്കുന്ന രീതി ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ആഹാര രീതി ആയിരിക്കത്തില്ല നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളിൻ്റേത്. അപ്പോൾ ഇതിനകത്ത് അനുഭവങ്ങളിൽ കൂടി ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഏത് രീതിയാണ് വേണ്ടതെന്ന്. ഇപ്പം നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ ലൈഫിൻ്റെ ഓരോ ഘട്ടം മാറി വരുമ്പോഴാണ് ഓരോ മെത്തേഡിനോടുമുള്ള ഇഷ്ടം കൂടുതലായിട്ട് തോന്നുന്നത്. ചിലരെ സംബന്ധിച്ച് പങ്കാളി മുകളിൽ വരുന്ന രീതിയോട് ആദ്യമൊന്നും വലിയ താല്പര്യം തോന്നത്തില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനോടൊരു പ്രത്യേക താല്പര്യം കൂടുതൽ തോന്നുകയും സ്ഥിരമായിട്ട് അത് ചെയ്യാറുമുണ്ട്. എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് പ്രായം കൂടി വരുംതോറും ചില രീതികളോട് ഇഷ്ടം കൂടുതലായിട്ട് തോന്നാറുണ്ട്. എന്നുവെച്ചാൽ ചെയ്യുന്തോറും ചില ഭാഗങ്ങൾ ഹാർഡായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്പർശന സമയത്ത് അവിടെ നിന്ന് പോകുന്ന സിഗ്നൽസിനും വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ച് ബോൾഡായിട്ട് വേണമെന്നും കുറച്ച് സമയമെടുത്ത് വേണമെന്നും ഒക്കെ ആഗ്രഹിക്കും. എന്നുവെച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറേ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഏത് രീതിയാണ് വേണ്ടതെന്ന് ഒരു തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഇതിനകത്തൊരു സംതൃപ്തി ഇല്ലാത്തവരെ സംബന്ധിച്ച് പല രീതിയിലാണ് റെസ്പോൺസ് വരുന്നത്. 2 വിരലുകൾ ഒന്നിച്ചുപയോഗിക്കുമ്പോൾ പല ഗുണങ്ങളുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജം ബ്രെയിൻ സിസ്റ്റത്തിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു മൂഡിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ചിലരെ സംബന്ധിച്ച് എന്താണോ പങ്കാളിയായിട്ട് ചെയ്യുന്നത് അതേ രീതി തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് സ്വയം ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെങ്കിലും അങ്ങ് ചെയ്യുന്നതിനകത്തല്ല, ഏത് രീതി ചെയ്യുന്നു, ഏത് ഫാൻറ്റസി ചെയ്യുന്നു, ഏത് സാഹചര്യത്തിൽ ചെയ്യുന്നു, അതാണ് പ്രധാനം. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർ 2 പേരും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരൊരുപോലെ സംതൃപ്തരായിരിക്കും. എന്നാൽ ഇതിനകത്ത് ഒരാൾക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ആകർഷണത്തിൻ്റെ കുറവുണ്ട്. എന്നുവെച്ചാൽ അവരുടെ സ്വകാര്യ സമയത്ത് കാമത്തിൻ്റേതായിട്ടുള്ളൊരു ഊർജം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഏത് വ്യക്തിക്കാണെങ്കിലും ഈ ഒരു കാര്യം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഊർജം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം. ഇപ്പം സ്നേഹത്തിൻ്റെതായ ഊർജം കൂടുതലുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ച് ചുംബനങ്ങൾ മാത്രം മതി, മറ്റൊന്നും വേണ്ട. തന്നെയല്ല, ഈ സ്നേഹത്തിൻ്റെ ഊർജത്തെ പെട്ടെന്ന് തന്നെ കാമത്തിൻ്റെ ഊർജമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള കഴിവ് സ്ത്രീ പങ്കാളിക്കുണ്ട്. അപ്പോൾ സൗഹൃദത്തിലാണെങ്കിലും ഈ കാറ്റഗറിയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള ഊർജം വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ബന്ധപ്പെടാനായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നവരുണ്ട്, എന്നാൽ സൗഹൃദം ഈ ഒരു രീതിയിലേക്ക് വരുന്നവരും ഉണ്ട്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതിനകത്ത് ഓരോരുത്തരുടെയും മനസ്സ് ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഏതൊരു സ്ത്രീയും താൻ സ്നേഹിക്കുന്ന പങ്കാളി ഈ രീതിയിലൊക്കെ പെരുമാറണമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ കാമത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇനി ഏത് ക്രിയകളാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് അതവരുടെ ശരീരത്തെ അടുത്തറിയാനും ആസ്വദിക്കാനുമുള്ള ഒരു ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ സ്പർശനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുപോലെ ഈ കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് നടക്കാൻ, മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഇനി ദൂരസ്ഥലത്താണെങ്കിലും പ്രണയിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചിരിക്കും ഇതിനകത്തെ സന്തോഷവും സംതൃപ്തിയും എല്ലാം തന്നെ.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.